സോഷ്യൽ മീഡിയയിൽ പല ഫുഡ് ബ്ലോഗ്സും കണ്ട് വല്ലാണ്ട് ആഗ്രഹിച്ച് അതെല്ലാം വാങ്ങിക്കഴിക്കുകയും അതിനുശേഷം അസിഡിറ്റി, നെഞ്ചെരിച്ചിൽ, ബ്ലോട്ടിങ് ഇതെല്ലാം അനുഭവിക്കുന്നവരായിരിക്കും നമ്മളിൽ അധിക പേരും. ആസ് യൂഷ്വൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളിൽ ഭൂരിഭാഗം പേരും അസിഡിറ്റിക്ക് വേണ്ടി വല്ല മെഡിസിനോ അല്ലെങ്കിൽ ആൻറ്റാസിഡ്സോ എടുക്കും. നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അസിഡിറ്റി രണ്ട് തരത്തിലുണ്ട്. ഹൈപ്പർ അസിഡിറ്റി, അതായത് ആസിഡ് പ്രൊഡക്ഷൻ കൂടുന്നത് കൊണ്ടും ഹൈപ്പർ അസിഡിറ്റി, ആസിഡ് പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ടും. സോ ഇതിൽ ഹൈപ്പർ അസിഡിറ്റി അഥവാ ആസിഡ് പ്രൊഡക്ഷൻ കൂടുന്നത് കൊണ്ടുള്ള കണ്ടീഷനിലാണ് നമ്മൾ ആൻറ്റാസിഡ് ഒക്കെ എടുത്താൽ 100% വർക്കാകത്തുള്ളൂ. നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് മനസ്സിലാക്കാം നമുക്കുള്ളത് ഹൈപ്പർ അസിഡിറ്റി ആണോ അല്ല ഹൈപ്പർ അസിഡിറ്റി ആണോ എന്നുള്ളത്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡിയം ബൈകാർബണേറ്റ് മിക്സ് ചെയ്ത് എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കാം. നമുക്കൊരു 2 to 3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ഒരു 2 to 3 മിനിറ്റ്സിനുള്ളിൽ നമുക്കൊരു ബേർപ്പിംഗ് അഥവാ ഒരു ഏമ്പക്കം വരികയാണെങ്കിൽ അത് ഹൈപ്പർ അസിഡിറ്റിയും, അതല്ല ഒരു 5 to 10 മിനിറ്റ്സ് ആയിട്ടും നമുക്ക് കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല, ഏമ്പക്കം വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഹൈപ്പർ അസിഡിറ്റിയാണ്. ഈ ഹൈപ്പർ അസിഡിറ്റി കേസിലായിരിക്കും മെയിനായിട്ട് നമുക്ക് ഈ പയറ്, പരിപ്പ്, അതുപോലെ നോൺ വെജ് ഒക്കെ കഴിച്ചാൽ ഗ്യാസ് വരിക, വയറ് വീർത്ത് നിൽക്കുക, ഇതെല്ലാം തോന്നുന്നത്. സോ ഇതെങ്ങനെ നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ വെച്ച് തന്നെ പരിഹരിക്കാം? ഇൻ കേസ് നമുക്ക് ഹൈപ്പർ അസിഡിറ്റി ആണെങ്കിൽ 1 ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനേഗർ 1 ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഡെയിലി ആഹാരത്തിന് മുമ്പ് ഉപയോഗിക്കുക. അതല്ല ഹൈപ്പർ അസിഡിറ്റി ആണെങ്കിൽ ഡെയിലി വെറും വയറ്റിൽ ആഷ്ഗാർഡ് ജ്യൂസ് അഥവാ കുമ്പളങ്ങ ജ്യൂസ് കുടിക്കാൻ ശ്രമിക്കാം. സോ അടുത്ത തവണ നമുക്കൊരു അസിഡിറ്റി അനുഭവപ്പെടുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാം ഹൈപ്പർ അസിഡിറ്റി ആണോ അതല്ല ഹൈപ്പർ അസിഡിറ്റി ആണോ എന്നുള്ളത്. എന്നിട്ട് അതിന് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാം.